السلام عليكم ورحمة الله وبركاته. Wisdom Hadith Class 35. عن عائشة رضي الله تعالى عنها قالت: ما غرت على أحد من نساء النبي صلى الله عليه وسلم ما غرت على خديجة رضي الله عنها وما رأيتها قط ولكن كان يكثر ذكرها وربما ذبح الشاة ثم يقطعها أعضاء ثم يبعثها في صدائق خديجة فربما قلت له كأن لم يكن في الدنيا إلا خديجة فيقول إنها كانت وكانت وكان لي منها ولد. ഇമാം ബുഖാരി, മുസ്ലിം റളിയല്ലാഹു തആല അൻഹുമ അടക്കമുള്ള പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ ഗിർതു അലാ അഹദിൻ മിൻ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഗിർതു അലാ ഖദീജത റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഖദീജ ബീവിയോട് ഉണ്ടായിരുന്ന അത്ര ദേഷ്യം എനിക്ക് വേറെ ഒരാളോടും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഖദീജ ബീവിയോട് എനിക്ക് തോന്നിയ അസൂയയും കുശുമ്പും, ഇത്രയും അസൂയയും കുശുമ്പും അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ചെറിയൊരു വിഷമമൊക്കെ വേറെ ഒരു ഭാര്യമാരോടുണ്ടായിട്ടില്ല. വമാ റഅയ്തുഹാ ഖത്തു, ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ടുമില്ല. കാരണം ഖദീജ ബീവി വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവി വളരെ ചെറിയ കുട്ടിയാണ്. ഖദീജ ബീവിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോ സ്വാഭാവികമായും മനുഷ്യർ തമ്മിലുണ്ടാകുന്ന വീറും വാശിയും വൈരാഗ്യമുള്ള ആ തെറ്റുകളെ കുറിച്ച്, ആ ദേശത്തെ കുറിച്ചല്ല ഇവിടെ പരാമർശം. ഈ ഒന്നിലധികം ഭാര്യമാരുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ ഉള്ള ചെറിയ കുശുമ്പുകൾ. അപ്പൊ ഈ ദേഷ്യം എനിക്ക് ഖദീജ ബീവിയോടുണ്ടായിരുന്ന അത്ര വേറെ റസൂലുള്ളാഹിന്റെ മറ്റു ഭാര്യമാരിൽ ഒരാളോടും ഉണ്ടായിട്ടില്ല. എന്താണ് അതിന് കാരണം? ഞാൻ പറയാം. വലാകിൻ കാന യുക്സിറുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് ധാരാളം പറയാറുണ്ടായിരുന്നു. ഖദീജ ബീവിയുടെ മദ്ഹുകൾ, ഖദീജ ബീവിയോടുള്ള സമീപനങ്ങൾ, ഖദീജ ബീവിയുടെ സമീപനങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ കുറിച്ച് ധാരാളം മദ്ഹുകൾ പറയാറുണ്ടായിരുന്നു. വറുബ്ബമാ ദബഹ ഷാത്ത, ചിലപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ആടിനെ അറുക്കും, എന്നിട്ട് സുമ്മ യുഖത്തിഉഹ അഅ്ലാഅൻ, അതിനെ കഷ്ണങ്ങളായിട്ട് ഓരോ അവയവങ്ങളും മറ്റുമൊക്കെയായിട്ട് കഷ്ണമായിട്ട് മുറിക്കും. എന്നിട്ട് സുമ്മ യബ്അസുഹാ ഫീ സ്വദാഇഖി ഖദീജ, ഖദീജ ബിയുടെ കൂട്ടുകാരികളിലേക്കൊക്കെ അതിങ്ങനെ കൊടുത്തയക്കും, സുഹൃത്തുക്കളിലേക്കും മറ്റുമൊക്കെ ആയിട്ട് കൊടുത്തയക്കും. അതായത് വഫാത്തായി പോയ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദ്ഹ് പറയുകയും, വല്ലാതെ സ്നേഹം വരുമ്പോഴാണല്ലോ, വല്ലാതെ സ്നേഹമുള്ളവരെ കുറിച്ചാണ് നമ്മൾ മദ്ഹ് പറയുന്നത് കൂടുതലും. അങ്ങനെ ഖദീജ ബീവി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാര്യ, ആ ഭാര്യയെ കുറിച്ച് മദ്ഹ് പറയുകയും, ആ ഭാര്യയെ ഓർക്കുമ്പോൾ മാംസം അറുത്ത് അത് വിതരണം ചെയ്യുന്ന സ്വഭാവം റസൂലുള്ളാഹി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതങ്ങനെയാണ്. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, കുടുംബാംഗങ്ങൾ, അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ സ്നേഹജനങ്ങൾ, ഇവരൊക്കെ മരണപ്പെട്ടു പോയാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം വിതരണം ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ശൈലിയാണ്. അതിന്റെ പുണ്യം അവർക്ക് കിട്ടുകയും ചെയ്യും. സ്നേഹജനങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് നൽകുന്നതിന്റെ പുണ്യം അവർക്ക് കിട്ടുകയും ചെയ്യും. ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഉമ്മ മരണപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനങ്ങൾക്ക് എന്നും കിട്ടുന്ന രൂപത്തിൽ വെള്ളം കിട്ടുന്ന രൂപത്തിലുള്ള ഒരു കിണറായിരിക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ സൂചിപ്പിക്കുകയും, സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു കിണറുണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങ് വഖഫ് ചെയ്യുകയും ചെയ്തു. ഹാദിഹി ലി ഉമ്മി സഅദ് എന്ന് പറഞ്ഞ് ഉമ്മക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് സ്വതക്ക ചെയ്ത് ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഖബ്ർ ജീവിതത്തിലും ഉഖ്റവിയ്യ ജീവിതത്തിലും ഒക്കെ പുണ്യം കിട്ടാൻ വേണ്ടി, പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നവർ സ്വതക്ക ചെയ്യുന്നതും, അവർക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുന്നതും, അവർക്ക് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഖുർആനത്തും മറ്റുമൊക്കെ, അതൊക്കെ പുണ്യകരമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ ഖദീജ ബീവിയെ കുറിച്ച് ഒരുപാട് പറയുകയും ഒരുപാട് സ്വതക്കകൾ ചെയ്യുന്നതും കാണുമ്പോൾ എനിക്ക് എന്താ പറയാ, ഇത് വല്ലാത്തൊരു ഇത് തോന്നി. കാരണം നബി തങ്ങൾക്ക് ഖദീജ ബിയുള്ള അമിതമായ സ്നേഹം, അതാണല്ലോ ഇത് പ്രകടിപ്പിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഖദീജ ബി പറയാ, ഖുൽതുൽ ഹുഞ്ഞ ഫറുബമ ഖുൽതുൽ, ചിലപ്പോൾ ഞാൻ റസൂലുള്ളാഹിയോട് പറയും, കഅല്ലം യകുൻ ഫിദ്ദുനിയ ഇല്ലാ ഖദീജ, നിങ്ങളുടെ പ്രവർത്തനം കണ്ടാൽ ദുനിയാവില് ഖദീജ അല്ലാണ്ട് വേറൊരു സ്ത്രീ തന്നെ ഇല്ല എന്ന് തോന്നിപ്പോകുമല്ലോ
വേറൊരാളും ഇല്ലാന്ന് തോന്നിപ്പോവില്ല, അത്രമാത്രം നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ പറയും. ഫയഖൂലു, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ഇന്നഹാ കാനത്ത് വകാനത്ത് ആയിഷ, ഖദീജ ബി വല്ലാത്ത മഹത്തുള്ളവളായിരുന്നു, അവര് ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്നെ ദീനീ രംഗത്ത് പ്രബോധന രംഗത്ത് ഒരുപാട് സഹായിച്ചവരായിരുന്നു, ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളായിരുന്നു. കാൻലി മിൻഹ വലതുൻ, ഖദീജാബിയിൽ എനിക്ക് കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായതൊക്കെ ഖദീജയിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോ ആ ബന്ധങ്ങൾ സൂക്ഷിക്കേണ്ടവർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, അവർ മരണപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യുന്നതും അവർക്ക് വേണ്ടി ഭക്ഷണം വിതരണം ചെയ്യുന്നതും ഒക്കെ പുണ്യകരമാണ്. അതിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുകയും ചെയ്യും എന്നാണ് ഈ ഹദീസിൽ നിന്ന്, ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അതാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അള്ളാഹു താല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി സ്വതക്ക ചെയ്യാനും അവർക്ക് വേണ്ടി പുണ്യകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് അള്ളാഹു താല തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ഒന്നും ചെയ്താൽ പ്രതിഫലം കിട്ടില്ല എന്ന് സംശയിക്കുന്നവരുണ്ട്. ആ സംശയം അസ്ഥാനത്താണ്. അല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന് പറഞ്ഞ ആയത്തുദ്ധരിച്ചുകൊണ്ട് അങ്ങനെ സംശയിക്കുന്ന ആളുകൾക്ക് ആ സംശയം തീർത്തും അസ്ഥാനത്താണ്. കാരണം മരണപ്പെട്ടു പോയതിനു ശേഷം നമ്മൾ മയ്യിത്ത് നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം, മയ്യിത്ത് നിസ്കരിച്ചിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ഇതിന്റെ ഒക്കെ പ്രതിഫലം, അതിൽ ഖുർആൻ ഓതുന്നു, ഇതിന്റെ ഒക്കെ പ്രതിഫലം മരിച്ചവർക്ക് കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ചതിക്ക് ആ സംശയം അസ്ഥാനത്താണ്. അല്ലാഹു തആല നമുക്ക് ഖൈർ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.